എഡ്യൂക്കേഷൻ ആസ്പിറേഷന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി എനിക്ക് സമയപരിമിതി മൂലം ക്ലാസ്സുകൾ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ തുടർന്ന് ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാനായിട്ട് പോകുന്നത് ഒന്നാം ഘട്ട പ്രാഥമിക പരീക്ഷ 10ാം തരത്തിന്റെ കഴിഞ്ഞത് വെച്ചിട്ട് അതുമായിട്ട് ബേസ് ചെയ്തുകൊണ്ട് അടുത്തായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള SCERT പുസ്തകങ്ങളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചില ഭാഗങ്ങളാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ധാതുക്കളും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും. ഇതിലെ ധാതുക്കൾ എന്ന ഭാഗമാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ധാതുക്കൾ കാണപ്പെടുന്ന പ്രദേശം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ധാതുക്കൾ കാണപ്പെടുന്ന പ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിൽ ധാതുക്കൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രദേശം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. ഈ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏത് രൂപത്തിലാണ് ധാതുക്കൾ കാണപ്പെടാറുള്ളത്? ഇത് കാണപ്പെടുന്നത് ആഗ്നേയ കായാന്തരിത ശിലകളുടെ രൂപത്തിലാണ്. ഏത് ശിലകളുടെ രൂപത്തിലാണ് ധാതുക്കൾ കാണപ്പെടുന്നത്? ആഗ്നേയ കായാന്തരിത ശിലകളുടെ രൂപത്തിൽ. ഇത്തരത്തിലുള്ള ധാതുക്കളെ നമുക്ക് പ്രധാനമായും 2 കാറ്റഗറിയിലായിട്ട് തിരിക്കാം. ലോഹധാതുക്കളെന്നും അലോഹധാതുക്കളെന്നും. ലോഹധാതുക്കൾ, അലോഹധാതുക്കൾ. ലോഹധാതുക്കളെ എഗെയിൻ നമുക്ക് 2ആയിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. അത് 1 ഇരുമ്പിന്റെ അംശമുള്ളവ, 2 ഇരുമ്പിന്റെ അംശം ഇല്ലാത്തവ. ഇനി ഇരുമ്പിന്റെ അംശമുള്ളവയിൽ 2 എണ്ണമാണ് പ്രധാനമായിട്ട് നമുക്ക് SCERT പുസ്തകങ്ങളിൽ ഫാക്ട് ബേസ് ചെയ്ത് പഠിച്ചു വെക്കേണ്ടതായിട്ടുള്ളത്. 1 ഇരുമ്പയിര്, 2 മാംഗനീസ്. ഇനി ഇരുമ്പിന്റെ അംശമില്ലാത്തവ എന്ന് പറഞ്ഞിട്ട് SCERT പുസ്തകങ്ങൾ ഇങ്ങനെ പറയുന്നു: സ്വർണം, വെള്ളി, ചെമ്പ്, ബോക്സൈറ്റ്. ഓക്കെ, ലോഹധാതുക്കളെ നമുക്ക് 2ആയി തരംതിരിക്കാം. ഇരുമ്പിന്റെ അംശമുള്ളവയെന്നും ഇരുമ്പിന്റെ അംശം ഇല്ലാത്തവയെന്നും. ഇരുമ്പിന്റെ അംശമുള്ളവയുടെ കാറ്റഗറിയിൽ 2 എണ്ണമാണ് വരുന്നത്: ഇരുമ്പയിരും മാംഗനീസും. ഇനി ഇരുമ്പിന്റെ അംശമില്ലാത്തവയുടെ കാറ്റഗറിയിൽ വരുന്നത് സ്വർണം, വെള്ളി, ചെമ്പ്, ബോക്സൈറ്റ്. അപ്പോ ഇവിടെ നിന്ന് എങ്ങനെ നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം? താഴെ പറയുന്നവയിൽ ഇരുമ്പിന്റെ അംശമുള്ള ലോഹധാതുക്കൾക്ക് ഉദാഹരണം ഏത്? അല്ലെങ്കിൽ അവയിൽ ഉൾപ്പെടാത്തത് ഏത്, ഉൾപ്പെട്ടത് ഏത്? ഇങ്ങനെയാവും ഇവിടെ നിന്ന് ചോദ്യം വരിക. അതുപോലെ താഴെ പറയുന്നവയിൽ ഇരുമ്പിന്റെ അംശമില്ലാത്ത ലോഹധാതുക്കൾ ഉൾപ്പെടുന്നത് ഏത്, ഉൾപ്പെടാത്തത് ഏത്? സ്വർണം, വെള്ളി, ചെമ്പ്, ബോക്സൈറ്റ് എന്നിവ ഇരുമ്പിന്റെ അംശം ഇല്ലാത്ത ലോഹധാതുക്കളിൽ ഉൾപ്പെടുന്നു. ഓക്കെ, നെക്സ്റ്റ് അലോഹധാതുക്കൾ. അലോഹധാതുക്കളെ പ്രധാനമായും 2ആയിട്ട് തിരിച്ചിരിക്കുന്നു. 1 ധാതു ഇന്ധനങ്ങൾ. ഈ ധാതു ഇന്ധനങ്ങളുടെ കാറ്റഗറിയിൽ നമുക്ക് 2 എണ്ണമാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്: പെട്രോളിയവും കൽക്കരിയും. ഏതൊക്കെയാണ്? പെട്രോളിയവും കൽക്കരിയും. ഇനി മറ്റു ധാതുക്കൾ എന്ന് പറഞ്ഞിട്ട് അഭ്രത്തെ കുറിച്ചും പറയുന്നുണ്ട്. ഓക്കെ, അലോഹധാതുക്കളെ നമുക്ക് 2ആയി തരംതിരിക്കാം. 1 ധാതു ഇന്ധനങ്ങൾ. ഇനി ധാതു ഇന്ധനങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനമായും വരുന്നത് 2 എണ്ണമാണ്: കൽക്കരിയും പെട്രോളിയവും. അതുപോലെ തന്നെ മറ്റു ധാതുക്കളുടെ കൂട്ടത്തിൽ വരുന്നു അഭ്രം. മറ്റു ധാതുക്കളുടെ കൂട്ടത്തിൽ വരുന്നു അഭ്രം. ഇനി നമുക്ക് വീണ്ടും ആദ്യം മുതൽ ഒന്നും കൂടി പറയാം. ഈ ലോഹധാതുക്കളുടെ കൂട്ടത്തില് അതിന് 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ടല്ലോ: ഇരുമ്പിന്റെ അംശമുള്ളവയെന്നും ഇരുമ്പിന്റെ അംശമില്ലാത്തവയെന്നും. ഈ ഇരുമ്പിന്റെ അംശമുള്ളവയിൽ 2 എണ്ണമാണ് നമ്മൾ പറഞ്ഞത്: ഇരുമ്പയിരും മാംഗനീസും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഇരുമ്പയിരിനെ കുറിച്ചും മാംഗനീസിനെ കുറിച്ചും കുറച്ച് പോയിന്റ്സ് നമുക്ക് പഠിച്ചു വെക്കാം. അപ്പോ ഇരുമ്പയിരിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നു: 1 ഇരുമ്പയിരിൽ നിന്നും ഇരുമ്പ് വേർതിരിച്ചെടുക്കുന്നു. അപ്പോ ഞാൻ ഇരുമ്പയിരിനെ കുറിച്ചുള്ള ചില പ്രധാന സ്റ്റേറ്റ്മെന്റ്സ് ആണ്, പ്രസ്താവനകളാണ്, ശരിയായ പ്രസ്താവനകളാണ് പറയുന്നത്. ഒന്നാമത്തെ ശരിയായ പ്രസ്താവന ഇതാണ്: ഇരുമ്പയിരിൽ നിന്നും ഇരുമ്പ് വേർതിരിച്ചെടുക്കുന്നു. ഇരുമ്പയിരിൽ നിന്നും ഇരുമ്പ് വേർതിരിച്ചെടുക്കുന്നു. ഇനി പ്രധാനമായും ഇന്ത്യയിൽ 4 തരം ഇരുമ്പയിര് നിക്ഷേപങ്ങളാണ് കാണപ്പെടാറുള്ളത്. ഇന്ത്യയിൽ പ്രധാനമായും 4 തരം ഇരുമ്പയിര് നിക്ഷേപങ്ങളാണ് കാണപ്പെടാറുള്ളത്. അവ ഏതൊക്കെയാണ്? 1 ഹേമറ്റൈറ്റ്, 2 മാഗ്നറ്റൈറ്റ്, 3 ലിമോണൈറ്റ്, 4 സിഡറൈറ്റ്. ഓക്കെ, ഇന്ത്യയിൽ പ്രധാനമായും എത്ര തരം ഇരുമ്പയിര് നിക്ഷേപങ്ങൾ കാണാറുണ്ട്? 4 തരം ഇരുമ്പയിര് നിക്ഷേപങ്ങളാണ് ഇന്ത്യയിൽ കാണപ്പെടാറുള്ളത്. ഏതൊക്കെയാണ്? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ് എന്നിവയാണ് ഇന്ത്യയിൽ കാണപ്പെടാറുള്ളത്. ഇവിടെ നിന്ന് ഒരു ചോദ്യം നമ്മുടെ ഫസ്റ്റ് ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതായത് താഴെ പറയുന്നവയിൽ ഇരുമ്പയിരിന്റെ ഘടകങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട 2 ഇരുമ്പയിര്
ധാതുക്കൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ആയിരുന്നു ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ വേറൊരു ഓപ്ഷനിൽ ബോക്സൈറ്റ് കയറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ബോക്സൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അലൂമിനിയത്തിന്റെ ഐറ്റാണ്. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഒരുപോലെ തോന്നും. അപ്പൊ ഈ ഭാഗത്തുനിന്നൊരു ചോദ്യം കണ്ടില്ലേ, ഇങ്ങനൊരു ചോദ്യം അവിടെ നിന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ 4 തരം ഇരുമ്പയിര് നിക്ഷേപങ്ങളാണ് ഈ പറഞ്ഞ ഇന്ത്യയിൽ കാണപ്പെടാറുള്ളത്. ഇനി ലോകത്തിലെ ആകെ ഇരുമ്പയിര് നിക്ഷേപത്തിന്റെ 20% ഇന്ത്യയിലാണ്. ലോകത്തിലെ ആകെ ഇരുമ്പയിര് നിക്ഷേപത്തിന്റെ എത്ര ശതമാനം ഇന്ത്യയിലുണ്ട്? 20% ഇന്ത്യയിലുണ്ട്. ഇനി കയറ്റുമതിയിൽ ഇന്ത്യക്ക് 4ാം സ്ഥാനമാണുള്ളത്. ഇരുമ്പയിര് കയറ്റുമതിയിൽ ഇന്ത്യക്ക് എത്ര സ്ഥാനമാണുള്ളത്? 4ാം സ്ഥാനമാണുള്ളത്. ഇത്തരത്തില് ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, ഇന്ത്യയിൽ നിന്നും ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ജപ്പാൻ, കൊറിയ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ. അപ്പോൾ ഇരുമ്പയിര് കയറ്റുമതിയിൽ ഇന്ത്യക്ക് 4ാം സ്ഥാനമാണുള്ളത്. പ്രധാനമായും ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളാണ് ജപ്പാൻ, കൊറിയ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവ. അപ്പോൾ ഇരുമ്പയിരിനെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഒന്നുകൂടി പറയുന്നു. ഇരുമ്പയിരിൽ നിന്നാണ് ഇരുമ്പ് വേർതിരിച്ചെടുക്കുന്നത്. പ്രധാനമായും 4 തരം ഇരുമ്പയിര് നിക്ഷേപങ്ങളാണ് ഇന്ത്യയിൽ കാണാറുള്ളത്. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്. ഇനി കയറ്റുമതിയിൽ ഇന്ത്യക്ക് 4ാം സ്ഥാനമാണുള്ളത്. ലോകത്തിലെ ആകെ ഇരുമ്പയിര് നിക്ഷേപത്തിന്റെ 20% ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ജപ്പാൻ, കൊറിയ, ഗൾഫ് രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവ. ഓക്കെ, ഇനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒഡീഷയിലെ 3 സ്ഥലങ്ങളാണ് SCRT പറയുന്നത്. ഒഡീഷയിലെ സുന്ദർഗഡ്, മയൂർഭഞ്ച്, ഛാർ. അപ്പോ ഒഡീഷയിലെ പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖലയാണ് സുന്ദർഗഡ്, മയൂർഭഞ്ച്, ഛാർ എന്നിവ. എന്റെ കൂടെ പഠിച്ചു പോണേ. സുന്ദർഗഡ്, മയൂർഭഞ്ച്, ഛാർ എന്നിവ. ഇനി കർണാടകത്തിലെ പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖലകളാണ് ബെല്ലാരി, ചിക്കുമാംഗ്ലൂർ, ഷിമോഗ, ചിത്രദുർഗ്. ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെ ചോദ്യം പ്രതീക്ഷിക്കാം? താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖലകളിൽ ഉൾപ്പെടാത്തത് ഏത്, അല്ലെങ്കിൽ ഉൾപ്പെട്ടത് ഏത്? അതുപോലെ തന്നെ ഈ ചേരുംപടി ചേർക്കുക എന്ന് പറഞ്ഞിട്ട് A കോളം B കോളം അങ്ങനെ വെച്ചിട്ട് ക്വസ്റ്റ്യൻ തരാം. ഒരു സ്ഥലത്ത് ഈ പറഞ്ഞ സംസ്ഥാനങ്ങൾ തരും, അപ്പുറത്തെ B കോളത്തിൽ എന്ത് തരും? പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ തരും. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ജോഡി തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയും ചോദ്യം പ്രതീക്ഷിക്കാം. ഓക്കെ, കർണാടകത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ബെല്ലാരി, ചിക്കുമാംഗ്ലൂർ, ഷിമോഗ, ചിത്രദുർഗ്. ബെല്ലാരി, ചിക്കുമാംഗ്ലൂർ, ഷിമോഗ, ചിത്രദുർഗ് എന്നിവ. ഓക്കെ, ഗോവയുടെ സ്ഥലം എല്ലാവർക്കും അറിയായിരിക്കും, മർമഗോവ. തമിഴ്നാട് സേലം, നീലഗിരി. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖലകൾ ഒന്നുകൂടി പറയുന്നു. ഒഡീഷ, സുന്ദർഗഡ്, മയൂർഭഞ്ച്, ഛാർ. കർണാടക ബെല്ലാരി, ചിക്കുമാംഗ്ലൂർ, ഷിമോഗ, ചിത്രദുർഗ്. ഗോവ മർമഗോവ. തമിഴ്നാട് സേലം, നീലഗിരി. ഇനി നമ്മൾ പറഞ്ഞു, അപ്പൊ ഇരുമ്പയിരുമായിട്ട് ബന്ധപ്പെട്ട മേജർ പോയിന്റ്സ് ഒക്കെ തന്നെ SCRT ഫാക്ട് ഒക്കെ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് മാംഗനീസുമായിട്ട് ബന്ധപ്പെട്ട 2 കാര്യങ്ങൾ മാത്രമാണ് SCRT പറയുന്നത്. ഒന്ന്, ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ ഒരു പ്രധാന ധാതുവാണ് മാംഗനീസ്. ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ ഒരു പ്രധാന ധാതുവാണ് മാംഗനീസ്. ഇനി ഏറ്റവും കൂടുതൽ മാംഗനീസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഒഡീഷ. ഏറ്റവും കൂടുതൽ മാംഗനീസ് ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ മാംഗനീസ് ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഒഡീഷ. ഒഡീഷ കൂടാതെ കർണാടക, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലും എന്ത് നിക്ഷേപം കാണാറുണ്ട്? മാംഗനീസ് ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിക്കാറുണ്ട്. കർണാടക, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഫസ്റ്റ് ഒഡീഷ. ഓക്കെ, അപ്പൊ മാംഗനീസുമായിട്ട് ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ഓർത്തു വെച്ചിരിക്കേണ്ടത്. ഇരുമ്പുരുക്ക് വ്യവസായം, നമ്മൾ സ്റ്റീൽ ഇൻഡസ്ട്രീന്റെ വ്യവസായത്തെ കുറിച്ചൊക്കെ പറയുന്നതായിരിക്കും അടുത്ത ക്ലാസ്സുകളിൽ. അപ്പൊ ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ പ്രധാന ധാതുവാണ് മാംഗനീസ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ മാംഗനീസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്? ഒഡീഷ. കൂടാതെ കർണാടക, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും മാംഗനീസ് ഉൽപാദനം നടക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ പറഞ്ഞ ഇരുമ്പിന്റെ അംശമില്ലാത്തവ എന്ന് പറഞ്ഞിട്ട് സ്വർണം, വെള്ളി, ചെമ്പ്, ബോക്സൈറ്റ് എന്നിവ പറഞ്ഞു. മറ്റു ധാതുക്കളുടെ കൂട്ടത്തിൽ ഒരു അഭ്രം എന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഈ പറഞ്ഞ SCRT-യുമായിട്ട് ബേസ് ചെയ്തുകൊണ്ടുള്ള ഇവയുടെ പ്രത്യേകതകൾ നമുക്കൊന്ന് പഠിച്ചു വെക്കാം. സ്വർണം നമുക്കറിയാം, യൂഷ്വലി ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ആഭരണ നിർമ്മാണമാണ് അല്ലെ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടക. കാപ്പി, ചന്ദനം, പട്ട്, സ്വർണം ഇവയെല്ലാം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്?
കർണാടകയാണ്. ഓക്കെ, സ്വർണം ആഭരണ നിർമ്മാണമാണ് പ്രധാനം. കർണാടകയാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. എഗെയിൻ വെള്ളി എന്ന് പറയുന്നത് ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോപ്ലേറ്റിങ്ങിനും ഫോട്ടോഗ്രഫിയിലും ഉപയോഗിക്കാറുണ്ട്. വെള്ളി ആഭരണ നിർമ്മാണം, ഇലക്ട്രോപ്ലേറ്റിംഗ്, ഫോട്ടോഗ്രഫിയിലും ഉപയോഗിക്കുന്നു. ഇനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് കർണാടകയുണ്ട്, കൂടാതെ രാജസ്ഥാൻ, ഝാർഖണ്ഡ്. കർണാടക, രാജസ്ഥാൻ, ഝാർഖണ്ഡ്. ഇനി ചെമ്പ് ഏറ്റവും കൂടുതൽ, ചെമ്പിന്റെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗം എന്ന് പറയുന്നത് വൈദ്യുത ഉപകരണങ്ങളിലെ ചാലകങ്ങളായിട്ട്, കണ്ടക്ടേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നു. വൈദ്യുത ഉപകരണങ്ങളിലെ ചാലകങ്ങൾ അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ് ആയിട്ടാണ് ചെമ്പ് കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഇനി ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് രാജസ്ഥാൻ, ഝാർഖണ്ഡ്, മധ്യപ്രദേശ്. നമുക്കറിയാം K3 ചെമ്പ് ഖനി രാജസ്ഥാനിൽ അല്ലെ. അപ്പോ ചെമ്പിന്റെ പ്രത്യേകതയാണ് വൈദ്യുത ഉപകരണങ്ങളിലെ ചാലകങ്ങളായിട്ട് ഉപയോഗിക്കാറുണ്ട്, കണ്ടക്ടേഴ്സ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇനി ഇത് ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് രാജസ്ഥാൻ, ഝാർഖണ്ഡ്, മധ്യപ്രദേശ്. അതുപോലെ തന്നെ ബോക്സൈറ്റ് നമുക്കറിയാം അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത്. ഇതിന് ഇരുമ്പിന്റെ അംശമില്ല കേട്ടോ. ഓക്കെ, ബോക്സൈറ്റ് എന്ന് പറയുന്നത് അലൂമിനിയത്തിന്റെ അയിരാണ്. ഇനി പ്രധാനമായിട്ടും ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് വിമാനങ്ങളുടെ നിർമ്മാണം, അതുപോലെ തന്നെ ഗൃഹ ഉപകരണങ്ങൾ, വൈദ്യുത ഉപകരണങ്ങൾ, ഗാർഹിക വൈദ്യുത ഉപകരണങ്ങൾ, ഇവയുടെ നിർമ്മാണത്തിനൊക്കെ ബോക്സൈറ്റ് ഉപയോഗിക്കാറുണ്ട്. ഇനി ഇത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഒഡീഷ. ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഒഡീഷ. കൃത്യമായിട്ട് ഓരോ സംസ്ഥാനങ്ങള് അതിന്റെ ഏതൊക്കെയാണ് ഉൽപ്പാദനം എന്ന് നോക്കിയിട്ട് കൃത്യമായിട്ട് ഓർഡർ ചെയ്ത് പഠിച്ച് വെച്ചേക്കണം. ഇനി അതുപോലെ തന്നെ അഭ്രം പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് വൈദ്യുതോപകരണ നിർമ്മാണത്തിലെ ഈ പറഞ്ഞ ഇൻസുലേറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇൻസുലേറ്റർ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇനി പ്രധാനമായും ഈ പറഞ്ഞ അഭ്രം ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ആന്ധ്രാപ്രദേശ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംസ്ഥാനം അവിടെ കയറി വന്നു. അഭ്രം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഞാൻ അങ്ങനെ പറയാൻ കാരണം കൂടുതൽ നമ്മൾ ഇതൊക്കെ കാണുന്ന രാജസ്ഥാൻ, ഝാർഖണ്ഡ്, ഇങ്ങനെയൊക്കെയുള്ള മഹാരാഷ്ട്ര ഇങ്ങനെയൊക്കെയുള്ള സംസ്ഥാനങ്ങളാണ്. പക്ഷെ ഇവിടെ നോക്കിയേ, അഭ്രം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. അതുപോലെ തന്നെ ബീഹാറിലും അഭ്രം കൂടുതൽ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. പിന്നെ എവിടെയൊക്കെയാണ്, പിന്നെ രാജസ്ഥാനിലും ഉൽപ്പാദിപ്പിക്കാറുണ്ട്. ഓക്കെ, ഝാർഖണ്ഡിലും അതുപോലെ തന്നെ രാജസ്ഥാനിലും എന്ത് ഉൽപ്പാദിപ്പിക്കുന്നു, അഭ്രം ഉൽപ്പാദിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഇരുമ്പിന്റെ അംശമില്ലാത്ത ലോഹധാതുക്കളുടെ യൂസും അത് ഏതൊക്കെയാണ് സംസ്ഥാനങ്ങളിൽ ഒന്നുകൂടി പറയുന്നു. സ്വർണം ആഭരണ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടക. വെള്ളി ആഭരണ നിർമ്മാണം, ഇലക്ട്രോപ്ലേറ്റിംഗ്, ഫോട്ടോഗ്രഫി എന്നിവയിൽ ഉപയോഗിക്കുന്നു കർണാടക, രാജസ്ഥാൻ, ഝാർഖണ്ഡ്. ചെമ്പ് വൈദ്യുത ഉപകരണങ്ങളിലെ വ്യവസായ രൂപത്തിലുള്ള ചാലകങ്ങളായിട്ട് ഉപയോഗിക്കാറുണ്ട് രാജസ്ഥാൻ, ഝാർഖണ്ഡ്, മധ്യപ്രദേശ് എന്നിവയാണ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. ബോക്സൈറ്റ് അലൂമിനിയത്തിന്റെ അയിരാണ്. വിമാനം, ഗാർഹിക വൈദ്യുത ഉപകരണങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കാറുണ്ട് ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഒഡീഷ. അഭ്രം വൈദ്യുതോപകരണങ്ങളിലെ ഇൻസുലേറ്റർ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇത്തരത്തില് ആന്ധ്രാപ്രദേശ്, ബീഹാർ, ഝാർഖണ്ഡ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അഭ്രം ഉൽപ്പാദിപ്പിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ധാതുക്കൾ എന്ന ടോപ്പിക്കാണ്. അതുമായിട്ട് ബേസ് ചെയ്തുകൊണ്ടുള്ള ലോഹധാതുക്കൾ മാത്രമാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അലോഹധാതുക്കളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആണവധാതുക്കൾ, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ എന്നിവ പഠിക്കാം. ഓക്കെ, അപ്പോ ഇന്ന് പഠിപ്പിച്ച ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് പഠിച്ചു വെക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റ് എല്ലാ വിഷയങ്ങളും ഞാൻ ഇതിൽ വീഡിയോസ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കാം. ഇനി അതൊക്കെ കണ്ട് കൃത്യമായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ 10th ലെവലും ഡിഗ്രി ലെവൽ പ്രിലിംസും ഒക്കെ മെയിൻസും ഒക്കെ നിങ്ങൾക്ക് എഴുതാനുള്ള എല്ലാ ഫാക്ടുകളും ഞാൻ തന്നിട്ടുണ്ട്. അതിൽ കൊടുത്തേക്കാത്ത ബാക്കിയുള്ള വീഡിയോസ് ആണ് ഞാൻ ഇനിയുള്ള വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ടാവുക. അപ്പൊ ഇനിയും നിങ്ങൾ തുടർന്ന് കണ്ടുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇതിൽ നിന്ന് കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. ഒരുപാട് തൊഴിൽ സാധ്യതകൾ വരുന്ന ഒരു സമയമാണ്. കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ഇന്നത്തേക്ക് പോകുന്നു. കീപ് വാച്ചിങ്. താങ്ക് യു സോ മച്ച്.